Hi friends, welcome to our channel Taste Factory by Kerala Cousins. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ബോറൊക്കെ അടിച്ച് മെന്റലി ഫിസിക്കലി എല്ലാം ഡള്ളായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊന്ന് ചിന്തിച്ചാലോ. വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഫസ്റ്റ് ഹോട്ടലിൽ ചെല്ലുമ്പം നാടൻ ഫുഡായിട്ട് എന്താണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ ചട്ടിച്ചോറ് അല്ലേ. നമ്മളും അങ്ങനെ തന്നെയാണ്, നമ്മൾ ചട്ടിച്ചോറാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത്. ഇവിടുത്തെ ഹോട്ടൽസിലൊക്കെ നമ്മൾ ക്യൂ നിന്ന് വരെ വേവിച്ച് കഴിച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് പുറത്തൊന്നും പോകാത്ത ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ചട്ടിച്ചോറ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് സക്സസ് ആയി. അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണെന്ന്. നമുക്ക് എങ്ങനെയാണ് ഒരു നാടൻ ചട്ടിച്ചോറ് ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടിച്ചോറ് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് വായിൽ കപ്പലോടും അല്ലേ. ഓക്കെ, നമുക്ക് ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാതെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്ടിച്ചോറിന്റെ ചട്ടി. നമുക്ക് ഈ ചട്ടിയിൽ മത്തി മുളകിട്ട് കറി വെച്ച് പറ്റിച്ചെടുക്കണം. ഇതിലാണ് ബാക്കി ഫില്ലിംഗ് എല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നത്. വളരെ ലാവിഷ്യൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഞാൻ ചെറിയ രീതിയിൽ ഒരു നാടൻ ചട്ടിച്ചോറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി, ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് കട്ട് ചെയ്തേക്കുന്ന ഇടാം. ഒരു നുള്ളു ഉലുവ ഞാൻ ഇടുവാണ്. ഉലുവ ഞാൻ ഇപ്പോഴാണ് ഇട്ടത്, അല്ലെങ്കിൽ മുന്നേ ഇട്ട കരിഞ്ഞ് ഓട്ടുണ്ട്. ഇതിൽ ഒരു ഉള്ളിയുടെ ഹാഫ് ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളകും ഇട്ടു. ഞാൻ അധികം ഒന്നും വേണ്ട, നമ്മൾക്കൊരു 2 മത്തി, ഒരു ചട്ടിച്ചോറിൽ 2 മത്തിയുടെ ഒരു കണക്ക്. ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ഇടാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അല്ലെങ്കിൽ പൊടികൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുഴച്ചിട്ടാലും മതി. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ടു, 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 നുള്ളു മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വാളംപുളിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ അങ്ങോട്ടൊക്കെ വാളംപുളിയാണ്. മറ്റേ കൊടുമ്പുളി ഉള്ളവർ അതിട്ടാലും മതി. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. 2 മത്തിയാണ് എടുത്തിരുന്നത്. നമ്മുടെ ഒരു ചട്ടിച്ചോറിന് ആവശ്യം 2 മത്തിയാണ്. നിങ്ങൾ ഒത്തിരിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഒത്തിരിയൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ തോരത്തിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കി, അതിൽ കടുക് ഇട്ടു, ഞാൻ കറിവേപ്പില ഇട്ടു. നമ്മൾ വെക്കുന്നത് പടവലങ്ങ തോരനാണ്. ചെറിയ പീസ് പടവലങ്ങയും ഒരു ചെറുക്കുള്ളിയുടെ ഹാഫ്, 2 പച്ചമുളക് ഞാനിട്ട്. തോരൻ നമുക്ക് ഈ പടവലങ്ങ തന്നെ വേണമെന്നില്ല, നമുക്ക് എന്താണ് വീട്ടിൽ കിട്ടുന്നത് അത് വെച്ച് നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർക്കാം. അരപ്പിനകത്ത് ഞാൻ തേങ്ങ, മഞ്ഞൾപ്പൊടി, ഒരു ജീരകം, ഒരു ചെറിയ വെളുത്തുള്ളിയും കുറച്ച് 2 പച്ചമുളകുമാണ് ഇട്ടിരുന്നത്. ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴേക്കും തോരനായി. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിക്കുട്ടന്മാർ 2 പേര് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഗ്രേവിയൊക്കെ നല്ല പറ്റി. ഇനിയിപ്പോൾ തണുക്കുമ്പോൾ അങ്ങ് അതിൻ്റെ അടിയിലങ്ങ് പറ്റി അങ്ങ് ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്കിനി ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് പുളിശ്ശേരിയാണ് വെക്കാം. അപ്പോൾ പുളിശ്ശേരിക്കുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. അതിലിപ്പോൾ എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇത് 2 വെണ്ടയ്ക്കാണ്. അപ്പോൾ ഞാനിന്ന് വെണ്ടയ്ക്ക പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അധികം ആരും വെണ്ടയ്ക്ക പുളിശ്ശേരി കഴിച്ചിട്ടുണ്ടാകത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് വെണ്ടയ്ക്ക പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഈ എണ്ണയ്ക്ക സാധനങ്ങളൊക്കെ എല്ലാം ഞാൻ വെളിച്ചെണ്ണയാണ്. എന്നാലും നമുക്കൊരു നാടൻ ടച്ച് കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അരപ്പും തൈരും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. അരപ്പിന് വേണ്ടി ഒഴിക്കുമ്പോൾ പുറത്തൊന്നും തെറിക്കാതെ നോക്കണം. അരപ്പിന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയും ജീരകം, വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടെ ചേർത്താണ് ഞാൻ അരപ്പുണ്ടാക്കിയിരിക്കുന്നത്. തൈര് നല്ല നാടൻ തൈര്, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ തൈരാണ്. ഞാനങ്ങനെ തൈര് പുറത്തുനിന്ന് വാങ്ങാറില്ല, ഞാൻ തന്നെ ഒഴിച്ച് ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ പുളിശ്ശേരിക്ക് അങ്ങനെ എടുത്താലേ ആ ഒരു നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു പഞ്ചസാരയും ഉപ്പും കൂടി ഇടാൻ പോവാണ്. പഞ്ചസാര ഇടുന്നത് നമ്മൾ ചെറിയൊരു മധുരം നമ്മുടെ പുളിശ്ശേരിക്ക് ഉണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റാണ്. അതിനായിട്ട് ഞാൻ ലേശം
ഉപ്പിടുകയാണ്. എന്നിട്ട് ശേഷം ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ആയാലും മതി. ഞാനിപ്പോൾ ഒരു നുള്ള് പഞ്ചസാരയാണ് ഇടുന്നത്. ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ പുളിശ്ശേരി റെഡി. ഉലുവാപ്പൊടി ഇടുമ്പോൾ നമുക്ക് നല്ല മണവും കിട്ടും പുളിശ്ശേരിക്ക്. ഇത് പുളിശ്ശേരി തിളപ്പിക്കരുത്, നന്നായിട്ട് ടേസ്റ്റ് ഒക്കെ മാറിപ്പോവും. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മുട്ട പൊരിച്ചെടുക്കാം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറയാം. മുട്ട, കറിവേപ്പില, ഒരു ചെറിയ പീസ് ഉള്ളി, ഞാൻ ഒരു കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക് പൊടി, ഇത്ര സാധനമാണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ പച്ചമുളകും കൂടെ വേണമെങ്കിൽ ചേർക്കാം. എരി അധികം വേണ്ടാഞ്ഞിട്ട് ഞാൻ പച്ചമുളക് ചേർത്തില്ല. ഞാനിനി പാനിലോട്ട് ഒഴിച്ച് ഫ്രൈ ആക്കാം. അപ്പോൾ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ചേർത്തേക്കുന്നത്. പാലും തേങ്ങയും എല്ലാം ഓപ്ഷനിലാണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതൊക്കെ നമ്മൾ ഓംലെറ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നേ ഉള്ളൂ. ചമ്മന്തിക്ക് ഞാൻ തേങ്ങ എടുത്തു, ലേശം പുളി, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ചെറിയ കുഞ്ഞ് സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഉപ്പ് ലേശം ആവശ്യത്തിന് ഉപ്പ്. ഓരോരുത്തരുടെ എരിയും എല്ലാം ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. പിന്നെ ഞാനിതൊന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് ശേഷം 2-3 ഞാൻ കറിവേപ്പില ഇടും. അത് ഒരുപാട് അരച്ച് ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് റൗണ്ട് ഗ്രൈൻഡിങ്ങിൽ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇടുകയാണ്. 2 പച്ചമുളക് ഓപ്ഷനിലാണ്, എരി വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി. ഇതിട്ട് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഡിഷ്, നമ്മുടെ ഉണക്കമീൻ. ഞാൻ നെത്തോലിയുടെ ഉണക്കമീനാണ് എടുത്തേക്കുന്നത്. അതിൽ ഞാൻ മുളക് പൊടിയും കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ടില്ല. ഞാൻ ഉപ്പ് ഓൾറെഡി ഇതിനകത്തുള്ളതുകൊണ്ട് ഞാൻ മുന്നേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തേക്കാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇടുന്നു. നിങ്ങൾക്ക് ഏത് ഉണക്കമീൻ വേണമെങ്കിലും എടുക്കാം. എനിക്കിപ്പോൾ കിട്ടിയത് നെത്തോലിയാണ്, ഞാൻ നെത്തോലി എടുക്കും. സവാളയുടെ ഹാഫ് കുഞ്ഞായിട്ട് നന്നായിട്ട് സ്ലിമ്മായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടെ കീറി ഇടുവാണ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ നമ്മളിങ്ങനെ ഉണക്കമീൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് അതും കൂടി ചേർത്ത് നല്ല ചമ്മന്തിയൊക്കെ ഞാൻ ഇവിടെ കഴിക്കാൻ ഒരു 1.5 ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ചെറിയ വിഭവങ്ങളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കത് ചട്ടിച്ചോറാക്കി മാറ്റാം. എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ മീൻകറി വെച്ച ഈ ചട്ടിയിലാണ് നമ്മൾ ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മീനും കുറച്ച് കറികളും കൂടി ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. 3 ലെയറായിട്ടാണ് വെക്കുന്നത്. ഫസ്റ്റ് മീൻകറി വെച്ചൊരു ലെയർ, സെക്കൻഡ് പുളിശ്ശേരി വെച്ച്, തേർഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തത്. അപ്പം നമുക്ക് ഈ മീൻകറി വെച്ച് ചോറ് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറിന് വേണ്ട ചോറിടാം. ചോറ് നമുക്കൊരു 1-2 ഇത് ഇടാം. ഞാൻ മൺകലത്തിലാണ് ചോറ് വയ്ക്കുന്നത് കേട്ടോ. നമുക്ക് എവിടെ ചെന്നാലും ആ നാടിൻ്റെ തനിമ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. മൺകലത്തിൽ ചോറ് വയ്ക്കുമ്പം ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമുക്കിനി ഇത് ഈ കറിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. മീൻകറിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത ഫസ്റ്റ് ലെയർ. ഇനി സെക്കൻഡ് ലെയറാണ്. അത് നമുക്ക് പുളിശ്ശേരിയിൽ ആണ് കുഴച്ചെടുക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ചോറ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പുളിശ്ശേരി വെച്ച പാത്രമാണ്. അതിൽ നിന്ന് ഞാൻ കുറച്ച് പുളിശ്ശേരി മാറ്റി ഇതിലാണ് മിക്സ് ചെയ്യുന്നത്. അധികം ചോറ് ഇടണ്ട, നമുക്ക് 3 ലെയർ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഈ ചോറ് പുളിശ്ശേരിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചട്ടിച്ചോറ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇപ്പം തന്നെ, സത്യം പറഞ്ഞാൽ എനിക്കും ഇപ്പം നല്ല കൊതിയാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി നമ്മൾ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഇടാം. ഇത് ലെയർ നമുക്ക് കുറച്ചധികം ഇട്ട് ഇതെല്ലാം ഫുള്ള് കവർ ചെയ്യാം. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് ചമ്മന്തി ഒരു ബോളാക്കി ഉരുട്ടിയിട്ടുണ്ട്, അത് വെച്ചു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മുട്ട ഇവിടെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മത്തി ഈ സൈഡിലോട്ട് വയ്ക്കാം.
അത് നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തോരൻ ഇവിടെ വയ്ക്കാം. ഇനി അച്ചാറാണ്, നാരങ്ങ അച്ചാറാണ്. അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല, അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ് നാട്ടിൽ നിന്ന്. ഇത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നേ ഉള്ളൂ. ഇത് ഒരു പുളി നല്ല ടേസ്റ്റൊക്കെ വരുമ്പം ആ ഒരു ബീറ്റ്റൂട്ട് പച്ചടിയൊക്കെ ഒന്ന് പഴകി കഴിയുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ ഉണക്കമീൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടേക്കുവാണ്. നമ്മുടെ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. മുട്ട പൊരിച്ചതും ആ ഉണക്കമീനും ഉള്ളിയും കൂടെ ഒക്കെ കിടന്ന് മുരിഞ്ഞതും മത്തിക്കറിയുടെ എല്ലാം നല്ല ടേസ്റ്റ്. എനിക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്ടിച്ചോറാണ്. നല്ല നാടൻ, നമ്മുടെ നാടകം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയ പോലെ ഒരു ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗണിൽ ഈ ഹോട്ടലുകളൊന്നും തേടി പോകണ്ട. നമുക്ക് ഇനി ചട്ടിച്ചോറ് എങ്ങനെ കഴിക്കും എന്നുള്ള ടെൻഷൻ വേണ്ട, ഒന്നും വേണ്ട. നമുക്കിതുപോലെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നാടൻ ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.